ശരിക്കും പല ആൾക്കാർക്കും ഈ ഓട്ടോണമസ് കോളേജസ് എന്താണെന്ന് അറിയത്തില്ല. കാരണം മിക്കവരും ചിന്തിക്കുന്ന ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നതും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒന്നാണെന്നാണ്. പക്ഷേ ഓട്ടോണമസ് കോളേജുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കും. ഓട്ടോണമസ് കോളേജസ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അത് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ പോലെയാണ്. കാരണം മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും ഈ ഓട്ടോണമസ് കോളേജസിൻ്റേത്. സോ ഇതെങ്ങനെ കുട്ടികൾക്ക് യൂസ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറണ്ട് മാർക്കറ്റിൽ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട നോളജ് എന്താണ്, അവർക്ക് വേണ്ട സ്കിൽസ് എന്താണോ അതിനെ റിലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാൻ കഴിയും. സോ ദിസ് വിൽ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ഗെറ്റ് പ്ലേസ്ഡ് ഈസി. പിന്നെ എക്സാംസിൻ്റെ കാര്യങ്ങളാണെങ്കിലും കോളേജിന് തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെ പേരൻസും സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഓട്ടോണമസ് കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിൽ അതൊരു പ്രീമിയം കാറ്റഗറി കോളേജ് ആയിരിക്കും.